അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് എനിക്കിവിടെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേനൽ മഴയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കത് നമ്മുടെ അമ്മൂമ്മയുടെ അടുത്ത് ചോദിച്ചോക്കാം. അമ്മ, ഇത് വേനൽ മഴയാണോ? വേനൽ മഴ ഇതിന്റെ മുമ്പേയൊക്കെ പെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മഴ കാണാം. ഇതാണ് ഗൈസ് മഴ. നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളത്തുള്ളികൾ കാണുന്നുണ്ടോ? ഇതാണ് വെള്ളത്തുള്ളി. ഇത് അത്രയ്ക്ക് ക്ലാരിറ്റി ഇല്ല. അങ്ങനെ താഴെയൊക്കെ നന്നായിട്ട് വീഴുന്നുണ്ട്. നമുക്കൊന്ന് നമ്മുടെ കാലൊന്ന് കഴുകുക. അയ്യോ അയ്യോ അയ്യോ, നല്ല ബാലൻസ് ഒക്കെ വേണം. നമ്മുടെ ഇനി സാധാരണ യൂട്യൂബേഴ്സൊക്കെ പറയണ പോലെ നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് പറയുക, ആരുടെയൊക്കെയാണ് സെയിം എന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ ചെടികൾ കാണിച്ചു തരാം. ഈ ചെടി ഇവിടെ പൂരമുണ്ടായി. ആ പൂരത്തിന് വാങ്ങിയതാണ്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഏട്ടൻ്റെ ചേച്ചിയുടെ മീൻസ് എൻ്റെ ഏട്ടൻ്റെ ചേച്ചിയുടെയും അച്ഛമ്മ വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ അമ്മൂമ്മയ്ക്ക് കിട്ടിയതാണ്. ഇതവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ചളിയാണ്, അതുകൊണ്ട് എൻ്റെ കാലുമ്പോൾ മണ്ണാവും. ഏകദേശം എന്തായാലും മണ്ണായപ്പോൾ നമുക്കൊന്ന് ഒന്നും കൂടി കാലെഴുതുക. ഇത് നല്ല വാട്ടറൊന്നുമല്ല ഇവിടെ നിന്ന് വീണത്. കാരണം ഇവിടെ നന്നായിട്ട് ഇതൊക്കെ കാക്കയെന്ന് പറഞ്ഞാൽ മറ്റേ പ്രാവൊക്കെ ഒന്ന് കാട്ടിക്കാറുള്ളതാണ്. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല മഴ പെയ്തതാണ്. അപ്പോൾ വലിയൊരു മഴ പെയ്തു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്കൊന്ന് ചെരുപ്പിടാം. എന്നാൽ ചെടി നമുക്ക് കാണിച്ചു തരാം. പെട്ടെന്നൊരു ഇടി വെട്ടി. ഞങ്ങളവിടെ അപ്പുറത്തായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ ഓടിക്കേറി. അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ പനിയിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ പാറ്റൊക്കെ വർക്ക് തുടങ്ങിയിട്ട് ഇത്ര നേരം ഇവിടെ പാറ്റുണ്ടായിരുന്നു. ക്യാമറ ഉണ്ടാകുമ്പോൾ സാധനം ഓടി. ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ ചെടികൾ. ഇവിടെ എൻ്റെ ചെടികൾ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊബൈലിൽ വെള്ളമാവും. നല്ല കാറ്റ് വീഴ്ചയുണ്ട് ഗൈസ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. അവിടുത്തെ തെങ്ങുകളൊക്കെ ആടുന്നുണ്ടോ. ഇപ്പോൾ പെട്ടെന്നൊരു കാറ്റൊന്നതാണ്. അതിൻ്റെ മുമ്പ് നല്ല കാറ്റായിരുന്നു. ഇപ്പോൾ ഇടി ചെറുതായിട്ട് വെട്ടുണ്ട്. ഫസ്റ്റ് നല്ല രീതിക്ക് തന്നെ ഇടിയൊക്കെ വെട്ടിയായിരുന്നു. തെങ്ങൊക്കെ ആടുന്നു. കൊന്നപ്പൂവൊക്കെ വിരിഞ്ഞു. ഇതിന് നിറയെ ഉണ്ടായിരുന്നു. കണ്ടോ ഗൈസ്, ഇതിൽ നിറയെ കൊന്നപ്പൂ ഉണ്ടായിരുന്നു. ക്ലാരിറ്റി ഇച്ചിരി കുറവായോ ഗൈസ്? കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മഞ്ഞ കളറിൽ കാണുന്നതാണ് ഞങ്ങളുടെ കൊന്നപ്പൂ. പിന്നെ ഇപ്പോൾ അത്ര വലിയ മഴയൊന്നുമല്ല. നേരത്തെ ഫസ്റ്റ് നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴയുടെ ശബ്ദം കുറഞ്ഞപ്പോൾ ഞങ്ങളല്ല, എൻ്റെ അമ്മൂമ്മയും ഞാനും ഇങ്ങോട്ട് ഇറങ്ങി. അച്ഛനും അമ്മയും അവിടെ ഉള്ളിലാണ്. അവരപ്പോൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ പോക്കാവും. ഇവിടെ ഇങ്ങനത്തെ ജീവികളുണ്ട്. ഇതിനിവിടെ കുമ്പളം കൊറ്റെന്നാണ് പറയാറ്. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കുന്ന സാധനമാണ്. നിങ്ങളുടെ അവിടെ ഇതിന് എന്താണ് പറയുകയെന്ന് പറയണം. പിന്നെ ആ ജീവികൾ ഇപ്പോൾ ഇവിടെ കുറേ ആന്നു. അയ്യോ ഗൈസ്, ഇവിടെ പാറ്റൊക്കെ പറക്കുന്നുണ്ട്. നന്നായിട്ട് പാറ്റകളൊക്കെ പറക്കുന്നുണ്ട്. ഇപ്പോൾ പാറ്റകൾ പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പാറ്റകൾ. പക്ഷികളും നല്ല പാറ്റകളാണ്. ഞങ്ങളുടെ ഇവിടെ ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ള പക്ഷി ഉണ്ട്. നിങ്ങൾക്ക് ആ പക്ഷീനെ അറിയുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ബുൾബുൾ എന്ന് പറഞ്ഞ പക്ഷി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ എത്രയോ വർഷം മുമ്പേ അതൊക്കെ പോയി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് എൻ്റെ ചേച്ചിയമ്മയുടെ വീട് വരെ പോയി. വല്യമ്മയുടെ അവർ എറണാകുളത്താണ്. അവർ ഫ്ലാറ്റിലാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു പുതിയൊരു വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ വീണ്ടും പോകും. ആ ഒരു ഇടയ്ക്കാണ് അവർ പോയത്. അപ്പം ഇനി ഹൗസ് വാമിങ്ങിന് ഉള്ള വീഡിയോ ഉറപ്പായിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾ കാണണം. ആ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും യൂട്യൂബിലിടുന്നുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.